നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. ആളിനല്ല തെറ്റിനാണ് ശിക്ഷ വിധിക്കേണ്ടത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇന്നത്തെ ശുഭദിന ചിന്തയിലേക്ക്. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിയർ. ആ രാജ്യത്തെ രാജാവ് വലിയ ദേഷ്യക്കാരനായിരുന്നു. ചെറിയ കുറ്റങ്ങൾക്ക് പോലും തൂക്കുമരമായിരുന്നു രാജാവ് നൽകിയിരുന്നത്. ഒരു ദിവസം ജോലിക്കാരിലൊരാൾ കൊട്ടാരത്തിലുണ്ടായിരുന്ന 20 പൂപ്പാത്രങ്ങളിലൊന്ന് പൊട്ടിച്ചു. അറിയാതെ പറ്റിപ്പോയ ആ തെറ്റിന് രാജാവ് നൽകിയത് മരണശിക്ഷയായിരുന്നു. ഈ കഥയറിഞ്ഞ ഒരു വൈദികൻ രാജാവിനെ മുഖം കാണിക്കാനെത്തി. അയാൾ രാജാവിനോട് പറഞ്ഞു, എനിക്ക് അയാൾ പൊട്ടിച്ച ആ പൂപ്പാത്രം ശരിയാക്കിയെടുക്കാൻ സാധിക്കും. രാജാവ് സമ്മതിച്ചു. കൊട്ടാരത്തിനുള്ളിലെത്തിയ അയാൾ മറ്റ് 19 പൂപ്പാത്രങ്ങളും അടിച്ചു പൊട്ടിച്ചു. സംഭവം അറിഞ്ഞ് രാജാവ് ദേഷ്യത്തോടെ ഓടിയെത്തി. ആ വൃദ്ധൻ പറഞ്ഞു, ഈ പാത്രങ്ങൾ ഇവിടെ ഉണ്ടായാൽ ഭാവിയിൽ അതാരുടെയെങ്കിലും അശ്രദ്ധയാൽ പൊട്ടും. താങ്കൾ ആ 19 പേർക്കും തൂക്കുകയർ നൽകും. അതിനേക്കാൾ നല്ലതല്ലേ ഞാൻ ഒരാൾ മരിക്കുന്നത്? അങ്ങ് എന്നെ വധിച്ചോളൂ. രാജാവിന് തൻ്റെ തെറ്റു മനസ്സിലായി. അദ്ദേഹം ആ ജോലിക്കാരനെ വെറുതെ വിട്ടു. തീർപ്പുകൾ 2 വിധത്തിൽ സംഭവിക്കാം: അഹന്തയുടെ അകമ്പടിയിലും അനന്തരഫലത്തിൻ്റെ ഫലം കൊണ്ടും. വിധിന്യായങ്ങൾക്ക് തിരുത്തൽ ശേഷിയുണ്ടാകണം. ചെയ്ത കുറ്റവും ഏൽക്കുന്ന ശിക്ഷയും തമ്മിൽ പാരസ്പര്യമുണ്ടാകണം. ആളിനല്ല തെറ്റിനാണ് ശിക്ഷ വിധിക്കേണ്ടത് എന്ന് തീരുമാനമെടുക്കുമ്പോൾ നമുക്കും ഓർക്കാം. ശുഭദിനം.